പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ കുറച്ച് ഉഡായിപ്പ് ഗ്യാരണ്ടികളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉഡായിപ്പ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പെൻഷൻ തുക 3000 രൂപ ആക്കുമെന്നതാണ്. ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് മുന്നിൽ പൊളിച്ചു കാണിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ പെൻഷൻ തുക 2000 രൂപ ആക്കിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുക്കള നിരങ്ങിയായ KC വേണുഗോപാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി സർക്കാർ പെൻഷൻ തുക 3000 രൂപ ആക്കിയതെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് കൊടുത്ത ഈ ഉഡായിപ്പ് വാഗ്ദാനം, ഉഡായിപ്പ് ഗ്യാരണ്ടി തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടല്ലേ എന്നുള്ള ഇവരുടെ ഇരട്ടത്താപ്പിനെ പൊളിച്ചു കാണിക്കുകയാണ്. ആദ്യം രാഹുൽ ഗാന്ധിയുടെ പെൻഷൻ വാഗ്ദാനം. വെൽഫെയർ പെൻഷൻസ് ഇൻക്രീസ്ഡ് ടു 3000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പിണറായി സർക്കാർ 2000 രൂപ പെൻഷൻ തുക വർദ്ധിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുക്കള നിരങ്ങിയായ KC വേണുഗോപാൽ ജനങ്ങൾക്ക് മുൻപിൽ ഇരട്ടത്താപ്പ് നയത്തിൽ സംസാരിച്ച, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി സർക്കാർ പെൻഷൻ തുക മനഃപൂർവ്വം ഉയർത്തിയതാണ് എന്ന് പറഞ്ഞു വെച്ച ആ സ്റ്റേറ്റ്മെന്റ് ആണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുവായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. ഇനി പറയൂ, ആരാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വ്യാജ ഗ്യാരണ്ടികൾ ഇറക്കി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? പിണറായി സർക്കാർ 2000 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആക്കിയിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, അതിനു മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെയാണ് പിണറായി സർക്കാർ പെൻഷൻ തുക 2000 രൂപയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് വ്യാജ വാഗ്ദാനം നൽകി, വ്യാജ ഗ്യാരണ്ടി നൽകി പെൻഷൻ തുക 3000 ആക്കുമെന്ന് പറഞ്ഞതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കാം? ഉറപ്പായും തിരഞ്ഞെടുപ്പ് തന്നെയാണ്. പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് കീശയിലാക്കുവാനുള്ള ശ്രമം. അതിലുപരി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി വീട് വച്ച് നൽകുമെന്ന് പറഞ്ഞ് വ്യാജ ഗ്യാരണ്ടി കൊടുത്ത അതേ രാഹുൽ ഗാന്ധിയാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും പെൻഷൻ തുക 3000 ആക്കുമെന്ന വ്യാജ ഗ്യാരണ്ടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി പറയൂ, ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ആരാണ്? പിണറായി സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുമുണ്ട്. 2000 രൂപയിൽ കൂടുതൽ പെൻഷൻ തുക നൽകുമെന്ന് പിണറായി സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി ഉഡായിപ്പ് ഗ്യാരണ്ടിയുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയെയും VD സതീശനെയുമൊക്കെ ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം. വെൽഫെയർ പെൻഷൻസ് ഇൻക്രീസ്ഡ് ടു 3000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുവായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു.